ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ആ 100 ചട്ടിയും കൊണ്ടുവന്നു. ഇത് നമ്മുടെ അത്ലറ്റുകളാണ് ഇവിടുത്തെ. ക്യാം ഓൺ ചെയ്ത് വെയിറ്റ് ചെയ്യണം. ആരാ ഇതെടുക്കുന്നത്? അല്ലാതെ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് ചുരണ്ടിക്കൊണ്ടിരിക്കരുത്. വേഗം ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ട് നിൽക്കും. അതിനുള്ള സമയം എനിക്ക് തരണം. കേട്ടോ കേട്ടോ. ഈ കണ്ടത്തിലാണ് ഞങ്ങൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ മുഴുവൻ വളരെ വിശദമായ മറുപടിയോടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ എല്ലാവരും നാഷണലിൽ പോയി മെഡൽ മേടിക്കുന്നു. പക്ഷേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അവിടെ സംസാരിച്ചു, എല്ലാം അവിടെ സംസാരിച്ചു. നിങ്ങൾ നിൽക്കാത്തൊന്ന് കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയി ലോ എടുത്താൽ നന്നായിരിക്കും. യെസ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? എത്ര ചട്ടിയുണ്ട്? ഉണ്ട്. ഞാൻ അതല്ലേ ചോദിച്ചു. നാളെ എല്ലാവർക്കും ഉള്ള ചട്ടി കേട്ടോ. വീട്ടിൽ കൊണ്ടുപോയി പക്ഷികൾക്ക് അണ്ണാനെ പോലുള്ള ചെറു ജീവികൾക്ക് വെള്ളം ഒഴിച്ച് മതിലിൽ തണലിലുള്ള ഒരു ഭാഗത്ത് വയ്ക്കും. ചട്ടിയാൻ അത്ര ചൂടാവില്ല. എന്നാൽ ഈ പക്ഷികൾക്ക് തന്നെ അവരുടെ ചുണ്ടായിട്ട് കൊടുക്കാം. ചെറിയ ചൂടുവെള്ളം കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് കായൽ പരപ്പിൽ അവർ പോയി വെള്ളം കുടിക്കാത്തത്. കായൽ വെള്ളം എല്ലാം തീറ്റിട്ടുണ്ട്. കായലിലൊക്കെ ഒരുപാട് ഉപ്പുവെള്ളമുണ്ട്. നമ്മൾ അവരെ നിലനിർത്തിയില്ലെങ്കിൽ ക്രിമികീടങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ കൂടും. നമുക്ക് ഒരുപാട് രോഗങ്ങൾ മഴ പെയ്യുമ്പോൾ ഉണ്ട് കേട്ടോ. താങ്ക് യു. ഒരു മാനുഷിക മതിലിന്റെ മേളിൽ വെച്ചാൽ ചേച്ചി 80 വയസ്സ്. വയസ്സിൽ ചേരുന്ന തിളക്കം. ഇത് മറ്റവന്മാർ ഉരച്ചു നോക്കാൻ വരില്ലേ? ചട്ടി വാങ്ങിച്ചോളൂ. അല്ല അത് അങ്ങോട്ട് പോണ്ട്.